കാണുന്നുണ്ടല്ലോ. ഇന്നലെ രാവിലെ തുടങ്ങി പോകുന്ന വാർത്ത എന്താണ്? സ്റ്റേഡിയത്തിന്റെ വർക്ക് നിർത്തി വെച്ചത്. എവിടെയാണ് വർക്ക് നിർത്തി വെച്ചത്? ഒരു സ്ഥലത്ത് കാണിച്ചോണ്ടാ വർക്ക് നിർത്തി വെച്ചത്. 1000-1200 ആൾക്കാർ പണിയെടുത്തു സ്റ്റേഡിയത്തിനകത്ത്. ഒരാളെ പോലും പിൻവലിച്ചിട്ടില്ല. എല്ലാവരും വർക്ക് നടത്തുന്നു, എല്ലാ സംവിധാനങ്ങളും നടത്തുന്നു. നല്ല മഴയായതുകൊണ്ട് രാവിലെ 1 മണിക്കൂർ അങ്ങോട്ട് രാവിലെ എറണാകുളത്ത് അറിയാം, നല്ല മഴയാണ് എറണാകുളത്ത്. 1 മണിക്കൂർ കൊണ്ട് വർക്ക് നിർത്തിയത്. അവിടെ കുറച്ച് പണിക്കാർ മാറിയെന്നുള്ളതിനൊക്കെ അപ്പുറം എന്താ നടന്നിട്ടുള്ളത്? ഈ വർക്ക് മുഴുവൻ നടക്കുന്നില്ല. ഞാൻ നിങ്ങൾ ഇതിൻ്റെ അകത്തേക്ക് വിളിച്ച് എന്താ പറഞ്ഞാൽ, ഇത് നിങ്ങൾ കണ്ടു നോക്കൂ. ഇങ്ങനെ ആയിരുന്നു കൊച്ചി സ്റ്റേഡിയം ഉണ്ടായിരുന്നത്. ഒരു കാട് കൂടി വെച്ചൊരു പേതാലയം പോലെ കിടന്ന സ്ഥാനത്തിൻ്റെ അകത്ത് ഇവിടെ ഇത് ഇത്രയും വെളിച്ചം വന്നില്ലേ, ഇത്രയും വൃത്തിയായില്ലേ? ഞാനതാ പറയുന്നത്. നവംബർ മാസം 30-ാം തീയതി നിങ്ങൾ വന്ന് നോക്കൂ. കൊച്ചി സ്റ്റേഡിയം ഒരു ഇന്റർനാഷണൽ ലെവൽ ഫിഫ അപ്രൂവോട് ഉണ്ടാവും. അതെൻ്റെ വാക്കാണ്. നിങ്ങൾക്ക് ഇന്റർനാഷണൽ ലെവലിൽ ഫിഫ അപ്രൂവൽ കിട്ടിയ സ്റ്റേഡിയം ഇല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന പണി ഞാൻ എടുക്കും. ഒരവകാശം എനിക്കൊരു അവകാശം വേണ്ടതാണ്. ഇത് സ്പോൺസർക്ക് എന്തോ ദുരൂഹത എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 30-ാം തീയതിക്ക് ശേഷം സ്റ്റേഡിയമേ വേണ്ട. നിങ്ങൾ ഞാൻ GCD ചെയർമാനോട് ആവശ്യപ്പെട്ടിട്ടില്ല എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന്. എനിക്ക് അങ്ങനെ വേണ്ട കാര്യം പറഞ്ഞു. നവംബർ 17-ാം തീയതി ഇന്റർനാഷണൽ മത്സരം നടത്താൻ വേണ്ടിയിട്ട് സ്റ്റേഡിയത്തെ ഡെവലപ്പ് ചെയ്യുന്നു പറഞ്ഞുള്ളൂ. അതിന്റെ പണം മുടക്കുന്നത് എന്റെ കയ്യിൽ നിന്നാണ്. ഞാൻ ആരുടെയും സർക്കാരിന്റെ പൈസ ചോദിച്ചോ? ആർക്കെങ്കിലും കൊടുക്കാന്ന് പറഞ്ഞോ? ചെയ്യാന്ന് പറഞ്ഞോ? ഒന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞതാണ് സ്റ്റേഡിയത്തെ ഡെവലപ്പ് ചെയ്യും. അതുകൊണ്ട് ആർക്കാ നഷ്ടം? ആ നഷ്ടം പറഞ്ഞാൽ മതി. ഏത് നഷ്ടം ആർക്കാണ് ഉണ്ടാകുന്നത്? ഞാനിത് ഇനി നിങ്ങൾ പറഞ്ഞു ഇനി ഉണ്ടല്ലോ 45 ദിവസം. ഈ 45 ദിവസം നിങ്ങൾ പറയുന്ന ഏത് വർക്കും ഞാൻ ചെയ്ത് തീർത്തരാം. നിങ്ങൾക്ക് ഇതിന്റെ അപാകത കാണിച്ചു. ഞാനിപ്പോൾ സർക്കാർ പല പരിപാടികളും സ്പോൺസർഷിപ്പ് എടുക്കാറുണ്ട് ഇല്ലേ? പല സംവിധാനത്തിൽ എടുക്കാറുണ്ട്. അത് ഫ്രീ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കും. ഞാൻ എത്ര വീടുകൾ കട്ടി കൊടുത്തിട്ടുണ്ട്, ഞാൻ എത്ര വീടുകൾ പണിത് കൊടുത്തിട്ടുണ്ട്, ഞാൻ എത്ര കല്യാണം നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളാരും പൈസ കൊടുത്തിട്ടാ? ഒന്നല്ലല്ലോ. ഞാൻ ഫ്രീ ആയിട്ട് ഞാൻ ഉദ്ദേശിച്ച് ചെയ്ത് മുന്നേ പോകുന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ആ ലെവലിലേക്ക് ഇതിനെ വളർത്താന്നുള്ളേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതുപോലെ ആ ലെവലിലേക്ക് സ്റ്റേഡിയത്തെ ഉയർത്തുക, സ്റ്റേഡിയം ആ ലെവലിൽ ഡെവലപ്പ് ചെയ്യാം. അത് നിർത്തിയ ശേഷം സർക്കാർ ഹാൻഡ് ഓവർ ചെയ്യാം. ഞാൻ എൻ്റെ പേരിൽ കൈ തരുന്നില്ലല്ലോ, എൻ്റെ പേരിൽ കൈ തന്നില്ല, ഒരു രേഖയില്ല, ഒന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നടത്താൻ പറ്റുന്നത് ഞാൻ നടത്തുന്നു എന്നുള്ളതിനേക്കാൾ അപ്പുറമൊന്നുമില്ല. SKF ഒരു മാസത്തേക്ക് എന്താ മാർച്ച് മാസത്തേക്ക് കളി മാറ്റി വെക്കുന്നു മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിനപ്പുറത്തെ അടുത്ത വിൻഡോയിലേക്ക് കളി മാറ്റി വെക്കുന്നു മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ല ഒരു മിനിറ്റ് എന്താ 100% ഉറപ്പുള്ളതുകൊണ്ടാണ് ഉണ്ടെന്ന് പറയുന്നത്. 100% ഉറപ്പുണ്ട്. നിങ്ങൾക്ക് 2 മാസത്തിലെ ഉറപ്പ് ഞാൻ തന്നെ വന്ന് പറഞ്ഞല്ലോ. ഇതിന്റെ ഈ കാര്യങ്ങളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ ഈ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഓസ്ട്രേലിയയുമായിട്ട് ധാരണ ഉണ്ടാക്കി നമുക്ക് ഫിഫ അപ്രൂവൽ കിട്ടിയിട്ടില്ല. ഫിഫ അപ്രൂവൽ അടുത്ത ഡേറ്റിനുള്ളിൽ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് എടുക്കും. എന്നിട്ട് കളി നടത്താൻ വേണ്ടി ശ്രമിക്കും, അല്ലെങ്കിൽ കളി നടത്തും. ഞാൻ എന്തായാലും 2-3 ദിവസത്തിനുള്ളിൽ ക്ലാരിറ്റിയോടുകൂടി പറയും. ഇനി ഉണ്ടോ ഇല്ലയോ, ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. മെസ്സി വരുമെങ്കില്ല. ഇനി മെസ്സി വരുമെങ്കിൽ അർജന്റീന വരുമെങ്കിൽ അർജന്റീനയെ കൊണ്ട് തന്നെ അവരെ കൊണ്ട് പറയിപ്പിക്കും. വരുന്നുണ്ട് ഇല്ല അല്ല, അത് കഴിഞ്ഞില്ല. അത് സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ ഈ പണി വർക്ക് തീർത്തിട്ട് സർക്കാർ ഹാൻഡ് ഓവർ ചെയ്യും. സർക്കാരിന് സൗകര്യം ഉണ്ടെങ്കിൽ തന്നാൽ മതി. സർക്കാർ പറയും ഇനി അർജന്റീനെ കൊണ്ടുവരണ്ട, മെസ്സിനെ കൊണ്ടുവരണ്ട, കളി നടത്തണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ നിർത്തി അവസാനിച്ചോടെ. എനിക്ക് ആ നഷ്ടം ഞാൻ സഹിച്ചു. ആ നഷ്ടം ഞാൻ സഹിച്ചു. ആ പൈസ എൻ്റെ പൈസ ആ 70 കോടി രൂപ നഷ്ടം ഞാൻ സഹിച്ചോന്നേ. അല്ല, അത് നിങ്ങളുടെ ശൈലിയാണ്. നിങ്ങൾ ലാഭം കണ്ടിട്ട് മാത്രമേ കൈകാര്യം ചെയ്യുള്ളായിരിക്കും. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഞാൻ ഒരു പല കാര്യങ്ങൾക്ക് ലാഭം കാണാതെ തന്നെ ചെയ്യുന്നുണ്ട്. ഈ സമൂഹത്തിന് എന്തെങ്കിലും കൊണ്ട് ഗുണം ഉണ്ടാവണമെന്ന് കൂടെ ആഗ്രഹിക്കുന്നുണ്ട്. സേവനമായിട്ടാണ് കണക്കാക്കുന്നത്. നിങ്ങൾക്കാണെന്ന് 70 കോടി വലിയ ബഹളാക്കുന്നത്. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വൃത്തിയായി ഇതിനെ കൈകാര്യം ചെയ്യണമെന്നും ഈ നാടിന് എന്തെങ്കിലും ഗുണം ഉണ്ടാവണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾ 130 അല്ല, അത് കൂടുതൽ കൊടുത്തിട്ടുണ്ടെന്നേ. അത് ആദ്യത്തെ ഗഡുവാണ് 130 കൊടുത്തത്. അതിനേക്കാൾ കൂടുതൽ കൊടുത്തില്ല. ആ പൈസയുടെ കണക്ക് ഞാൻ ഓൾറെഡി എല്ലാവരും കൊടുത്തിട്ടുണ്ട്. അല്ല, ആ പൈസ എനിക്ക് തിരിച്ചു തരുമല്ലോ. ആ പൈസ ഒറിജിനൽ തരാത്ത പ്രശ്നമൊന്നുമില്ല. അത് നിങ്ങളാണ് ഉണ്ടാക്കുന്നത് തരാത്ത പ്രശ്നമുണ്ടെന്ന്. ഞാൻ പറയുമ്പോൾ എനിക്ക് അവർ തന്നോളൂ. അർജന്റീന വരുന്നില്ലെങ്കിൽ അത് ആ പൈസ മുങ്ങാനൊന്നും പോകുന്നില്ലല്ലോ. ആ പൈസ എന്നെ സംബന്ധിച്ച് നഷ്ടം അവിടെ ഉണ്ടാവുക. ഈ സ്റ്റേഡിയം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു, അതിന് നഷ്ടം. ഞാൻ എന്താ പറയുന്നത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വിവാദം എന്ന് പറയുന്ന സാധനത്തിന്റെ ഭാഗത്ത് ഞാനില്ല. കാര്യം എന്തുകൊണ്ട് അറിയോ? വിവാദം ഉണ്ടായിക്കോട്ടെ, എന്നെ സംബന്ധിച്ച പ്രശ്നമല്ല. പക്ഷേ എന്താണ് ഒരു നാടിന്റെ വികസനത്തിന് ഉണ്ടാകുന്ന ദോഷം? ആ ദോഷം എന്താണ്? അത് പൊളിറ്റിക്സ് ആക്കാൻ പാടില്ല. അത് പൊളിറ്റിക്കിലേക്ക് മാറ്റിയിട്ട് അതിനെ കൈകാര്യം ചെയ്താൽ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രോട്ടോകോൾ പാലിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ ആകാശത്തിൽ വൃത്തിയായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. എന്റെ സമയത്ത് ഞാൻ ചെയ്തതിന് എല്ലാ ഡോക്യുമെന്റ് ഉണ്ട്. ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിനും പെർമിഷൻ ഉണ്ട്. ഇവിടെ എനിക്ക് 5, 6, 7 എഞ്ചിനീയർമാരുണ്ട്. ഇവിടെ സർക്കാരിന്റെയും SKFന്റെയും GCDന്റെ ഒക്കെ ഇഷ്ടംപോലെ എഞ്ചിനീയർമാരുണ്ട്. ഇവരെല്ലാം നോക്കുന്നുണ്ട്. ഞാൻ ഉദാഹരണം പറയാം. 38 എർത്ത് വേണം ഈ സ്റ്റേഡിയത്തിന്. ഈ ലൈറ്റിന് മുഴുവൻ വർക്ക് ചെയ്തിട്ട് ഒരെർത്തില്ല.
ഒരർത്ഥമില്ലാതെ ഞാൻ പറഞ്ഞു. ഈ സ്റ്റേഡിയം ഇത്രയും നാൾ നോക്കുമ്പോൾ ഒരർത്ഥമില്ലാതെയാണ്. ഇപ്പം ഞാൻ 38 1 കോടിക്ക് മേലെയാണ് എർത്ത് ഫിറ്റ് ചെയ്ത സാധനം. കാരണം മനസ്സിലായോ? ഈ സ്റ്റേഡിയത്തിൽ ലൈറ്റ്സ് നിങ്ങളൊന്ന് മേലെ കയറി നോക്കും. ഞാനൊരു ഫോട്ടോസ് നിങ്ങൾക്ക് തരാം. ഞാൻ എൻ്റെ വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിലേക്ക് വാട്സപ്പിൽ തരാം. ഇതിൻ്റെ അവസ്ഥ, മേലത്തെ അവസ്ഥ, കാറ്റ് പിടിച്ച താഴെ വിടാൻ ഏതോ ദൈവത്തിന് അനുഗ്രഹം കൊണ്ടാണ്. മനസ്സിലായോ? ഞാൻ പറയുന്നത് ഇത് മുഴുവൻ വൃത്തിയാക്കി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് ഇത്രയും രീതിയിലേക്ക് ഇതിപ്പോൾ നിങ്ങൾ കണ്ടല്ലോ. നിങ്ങൾ സ്റ്റേഡിയം ഒന്നും കാണുന്ന ആൾക്കാരല്ലേ? ഈ സ്റ്റേഡിയം ഇങ്ങനെയായിരുന്നോ കിടന്നിരുന്നത്? ഞാൻ എന്തിനാണ് ഇത് ചെയ്യുന്നത്? ഞാൻ ചെയ്യുന്നത് നിങ്ങൾ എന്നെ ഞാൻ ചെയ്ത തെറ്റെന്താ അതെന്ന് പറഞ്ഞാൽ അല്ല. ഒരു മിനിറ്റ്, നിങ്ങൾ ഫാൾട്ട് ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. ആ എഫേർട്ട് അംഗീകരിക്കേണ്ട. എന്താണ് വക്രവൽക്കരിച്ച് ഈ സംവിധാനം ഇല്ലാതാവില്ല. അല്ല, അതാണ് ഫിഫ അംഗീകാരം. അല്ല മേഡം, ഞാൻ ഒരു കാര്യം ഒറ്റ മിനിറ്റ് ഒരാൾ ചോദിച്ചു പറഞ്ഞു. ഞാൻ ഈ ഫിഫ അംഗീകാരം ഇല്ലാതെ ഒരു കളി നടത്താൻ കഴിയില്ല. നിങ്ങൾക്കറിയാം. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഫിഫ അംഗീകാരമുള്ള സ്റ്റേഡിയം കേരളത്തിൽ വേണ്ടെന്നാണോ? അങ്ങനെയാണോ? ഈ സ്റ്റേഡിയം ഇങ്ങനെ കാട് കുടിച്ച് കിടന്നാൽ മതിയോ? അല്ലെങ്കിൽ ഇത് അംഗീകാരത്തിൽ അല്ലെങ്കിൽ പറയണോ ഇത് ആദ്യം ഓഗസ്റ്റ് ഇത് ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞോളൂ. അതാണ് ഞാൻ അംഗീകരിക്കാം. അങ്ങനെ പറ്റില്ല. കാര്യം എന്താണെന്ന് അറിയോ? നമുക്ക് അറിയില്ല ഈ ഫിഫ. കാരണം 2022 റൂളിലായിരുന്നു എന്ത് ഫിഫ അംഗീകാരം വേണമെന്ന് അറിയുന്നത്. നമ്മളെ വിചാരം എന്താ? 2017 അണ്ടർ-17 കളിച്ചാണ്. ഫിഫ അണ്ടർ-17 കളിച്ച സ്ഥലമാണ്. ആ സമയത്ത് ഈ സ്ഥാനത്ത് അംഗീകാരം ഉണ്ടെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ആ സമയത്ത് സ്റ്റാൻഡേർഡ് മാത്രം മതിയായിരുന്നു. ഫിഫ അംഗീകാരം വേണ്ടിയിരുന്നില്ല. ഇപ്പോൾ 2022 പുതിയ റൂൾ കൊണ്ടുവന്നു ഫിഫ. ആ റൂൾ പ്രകാരം എന്താണ്? ഫിഫയ്ക്ക് സ്റ്റേഡിയത്തിന് അംഗീകാരം വേണം. ശരിക്കും എല്ലാ സ്റ്റേഡിയങ്ങളും ചെയ്യുന്ന പണി എന്താ? ഇപ്പോൾ നിങ്ങൾ പല സ്റ്റേറ്റുകളും നോക്കിയറിയാം. പല സ്റ്റേഡിയങ്ങളും ഫിഫ അംഗീകാരത്തിന് ഉയർത്തുന്നുണ്ട്. പല സ്ഥലത്തും വർക്ക് എടുക്കുന്നുണ്ട്. കാരണം അതിന് ഇത്ര സീറ്റിംഗ് വേണം, ഇത്ര കപ്പാസിറ്റി വേണം, ഇതുപോലത്തെ പിച്ചുകൾ വേണം, ഇന്ന ലൈറ്റ് വേണം, അതുകൊണ്ട് ഇന്ന എക്സ്പെഷൻ പ്ലാൻ വേണം. ഇത് വേണം. ഇത് ആ അർത്ഥത്തിലേക്ക് ഉയർത്തി കഴിഞ്ഞാൽ അത് നല്ലതാണെന്നേ. ഇനി ഞാൻ മെസ്സി വന്നാലും വന്നില്ലെങ്കിലും ഒക്കെ നല്ലതാണ്. പക്ഷെ ഞാൻ എന്താ പറയുന്നതെന്ന് അറിയോ? മെസ്സി വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആലോചിക്കുന്നുണ്ട് ഈ മെസ്സിനെ മാത്രം കൊണ്ടുവന്നാലോ എന്ന്. കാരണം അനാവശ്യ ചർച്ചയാണ്. ഞാൻ മെസ്സിനെ മാത്രം കൊണ്ടുവന്നാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ഞാൻ സർക്കാരിനോട് പറയും മെസ്സിനെ മാത്രം കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. സർക്കാർ അംഗീകരിക്കുകയാണെങ്കിൽ ഞാൻ മെസ്സിനെ മാത്രം കൊണ്ടുവരും. ഒഴിഞ്ഞുമാറ്റമല്ല. അതാണ് നിങ്ങൾ തിരിക്കുന്നതുണ്ടോ? മെസ്സി വരുന്നുകൊണ്ട് നിങ്ങൾ തിരിക്കും. അതാ ഞാൻ പറയാം. ഒഴിഞ്ഞുമാറ്റമല്ല. ഞാൻ പറയുന്നത് മെസ്സിനെ മാത്രം കൊണ്ടുവരാൻ ഉദ്ദേശിച്ച് മെസ്സിനെ മാത്രം കൊണ്ടുവരാൻ കഴിയും. ഞാനതിന് ശ്രമിക്കുന്നുള്ളതല്ല, അത് നടക്കും. ആ സമയത്ത് ഒരു മിനിറ്റ്. ഇനി അത് കഴിഞ്ഞ് മാർച്ചിലേക്ക് നവംബറിൽ അപ്രൂവൽ കിട്ടുമല്ലോ. ഞാൻ പറഞ്ഞത് നവംബറിൽ അപ്രൂവൽ എടുത്ത് സ്റ്റേഡിയം ഹാൻഡ് ഓവർ ചെയ്യും. അതിനുശേഷം മാർച്ച് വരെ സമയമുണ്ടല്ലോ. അതിനുശേഷം സർക്കാരിന് ഇഷ്ടമുണ്ടെങ്കിൽ GCDക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഈ കളി നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം നടത്തിക്കൂടെ? അല്ലല്ല, ഓൾ ഇന്ത്യ ഫുട്ബോൾ അതാ പറയട്ടെ. അത് നിങ്ങൾക്ക് അറിയില്ലാഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇതിനകത്ത് നല്ല റോളുണ്ട്. അവർ നിരന്തരം ഡിസ്കഷൻ നടത്തുന്നുണ്ട്. അവർ ഇതുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെന്നേ. അതില്ലാന്ന് നിങ്ങൾ പറയല്ലേ? അവർക്ക് അറിയാം ഇതിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നും എങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് അറിയാം. അവർ തന്നെ ഡിസ്കസ് ചെയ്തിട്ട് അതൊക്കെ ചെയ്യുന്നത്. നിങ്ങൾ പറയുന്ന പോലെ ഞാൻ ചെന്നിട്ട് നേരെ കൊടുക്കുകയല്ല. അത് എല്ലാം ഇപ്പം നിങ്ങളോട് പറയാൻ കഴിയുമോ? ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ ഫെഡറേഷനുമായിട്ട് സംസാരിച്ച് ധാരണയായിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. ഇപ്പം മാതൃഭൂമിനെ സംബന്ധിച്ചിടത്തോളം അയ്യോ എന്താ ഞാനിത് കൊള്ളയടിച്ച് കൊണ്ടുപോകാണെന്ന് പറയുന്ന പോലെയാണ് പറയുന്നത്. ഞാൻ കൊള്ളയടിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് ഒരു മിനിറ്റ് പറഞ്ഞിട്ട് തീർത്തട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ ഇവിടെ ഞാൻ ഇത്രയും പൈസ മുടക്കി ഈ സ്റ്റേഡിയം നവീകരിച്ച് ഞാൻ സർക്കാരിന് വിട്ടുകൊടുക്കും. അതിനുശേഷം എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് എന്ത് നിർമ്മാണ പ്രവർത്തനം നടത്താൻ എനിക്കിതിനകത്ത് ഓരോ അധികാരം ഉണ്ടാകും. എനിക്കത് വേണ്ടതായിരുന്നു. ഞാൻ ഉദ്ദേശിച്ചത് എന്താ? ഒരു ഇന്റർനാഷണൽ ഫ്രണ്ട്ലി മാച്ച് ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊച്ചി സ്റ്റേഡിയത്തിൽ കളിക്കാൻ വേണ്ടി കാര്യം ചെയ്യും. അത് ചെയ്യാനുള്ള മാക്സിമം ശ്രമം നടത്തും. അത് തന്നെ ചെയ്യാനുള്ള കാര്യങ്ങൾ നടത്തും. ഇല്ല ചേട്ടാ, ഞാൻ പറയുന്നത് പ്രശ്നമില്ല. എന്താണെന്നറിയോ? എന്താ സൂക്ഷ്മത പുലർത്താൻ? അതായത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ആ ടീമിനെ ക്ഷണിക്കുകയോ അല്ലെങ്കിൽ ആ ടീം 10 തൊട്ട് 18 വരെയുള്ള വിൻഡോയിൽ കളി നടത്തുന്നത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷനാണ്. എങ്ങനെയാണ് അവർക്കത് പറയാൻ കഴിയുക? എന്താ പറയുക? ഈ വിൻഡോ ഫിഫ നമുക്കായിട്ട് അനുവദിച്ചു, കേരളത്തിൽ കളിക്കാൻ അനുവദിച്ച ശേഷമാണ് പറയുന്നത്, അനൗൺസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്താണ് ഒരു സ്റ്റേഡിയം രജിസ്ട്രേഷൻ നമ്പർ ഉണ്ട്. ആ നമ്പർ ഈ സ്റ്റേഡിയത്തിന് ഇല്ല. അപ്പോഴാണ് അറിയുന്നത് എന്ത് ഇതിന് അപ്രൂവൽ ഇല്ല, ഈ സ്റ്റേഡിയം അപ്രൂവൽ ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം? അടുത്ത ഫോർമാറ്റ് എന്താ? അപ്രൂവൽ വേണ്ടി കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഇത് നേരത്തെ നമുക്ക് അറിയാമെങ്കിൽ നമ്മൾ ഈ സ്റ്റേഡിയം നിശ്ചയിക്കുമോ? നിങ്ങൾ ചിന്തിച്ചാൽ പോരെ? ഇത്രയും പൈസ കൊടുക്കി നമ്മൾ നിശ്ചയിക്കുമോ? ആർക്കും അറിയില്ല. ഇന്ത്യയിൽ തന്നെ അറിയില്ല. ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് ഇതെല്ലാം അതാത് ഡിപ്പാർട്ട്മെന്റിന്റെ പെർമിഷനോട് കൂടിയിട്ട് അവരാണ് പെർമിഷൻ ഇത് ചെയ്തോളം പറയാൻ ചെയ്യും. ഇപ്പം ഞാൻ പറയാം, ഇനി ഇവിടെ സീറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്, ഈ സീറ്റിന്റെ പ്ലാൻ അവർക്ക് കൊടുക്കുന്നുണ്ട്, ഇത് ചെയ്തോളം പറയാൻ ചെയ്യും. പക്ഷേ ഇപ്പം 38 എർത്തിങ് കൊടുക്കുന്നുണ്ട്, ഒരു 1.5 കോടി രൂപ. എന്നെ സംബന്ധിച്ചോളം 2 എർത്തിങ് പോയാൽ മതി. ഞാൻ എന്തിനാണ് 38 ചെയ്യുന്നത്? ഇത് ഞാൻ ചെയ്തെന്ന് പറഞ്ഞിട്ട് ഭാവിയിൽ എന്തെങ്കിലും ഒരു ഷോക്ക് അടിച്ചു കഴിഞ്ഞാൽ അതോ അവൻ ചെയ്ത കുറ്റാണെന്ന് പറയാൻ കേൾക്കാതിരിക്കാൻ വയ്യാൻ വേണ്ടിയിട്ട് 38 ചെയ്യുന്നുണ്ട്. 2 പോയാലും മതി. എന്നിട്ട് നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ അതാത് ഡിപ്പാർട്ട്മെന്റ്, ഇലക്ട്രിക് ഡിപ്പാർട്ട്മെന്റ് വന്ന് ഇത് ഇങ്ങനെ ചെയ്യണമെന്ന് അങ്ങനെയാണ് ചെയ്യുന്നത്. PWD വന്ന് ഇങ്ങനെ ചെയ്യണമെന്ന് പറയുമ്പോൾ ഞാൻ 6 ഫീറ്റിൽ മതിൽ കെട്ടാൻ തീരുമാനിച്ച ആളാണ്.
എന്നോട് പറഞ്ഞു 6 ഫീറ്റ് പോയാൽ 9 ഫീറ്റ് ഹൈറ്റിന് മതിൽ കെട്ടണം എന്ന് പറയുമ്പോൾ 9 ഫീറ്റിന് മതിൽ കെട്ടിയാണ്. അതെ, ഫൗണ്ടേഷൻ എടുക്കുന്ന സമയത്ത് SST ഉണ്ടായിരുന്ന ഫൗണ്ടേഷന് മേലെ മതിൽ കെട്ടിയാൽ മതി എന്നായിരുന്നു ആദ്യം തീരുമാനം ഉണ്ടായിരുന്നത്. പക്ഷേ എന്താണെന്നറിയോ, അതിൽ പൊളിച്ച് നോക്കുമ്പോൾ അടിയുടെ ഫൗണ്ടേഷൻ ഇല്ല, മുഴുവൻ പോയി കിടക്കുകയാണ്. ഒരു 10-20 വർഷം മുന്നേ ഉണ്ടാക്കിയ ഫൗണ്ടേഷനാണ്, മുഴുവൻ പോയി. ഇപ്പം എന്താ ചെയ്യുന്നത്, നിങ്ങൾ പോയി നോക്കിയാൽ മനസ്സിലാവും, ആ ഫൗണ്ടേഷൻ മുതിയാൻ താഴെ 6 അടി താഴെ കോൺക്രീറ്റ് ചെയ്ത് കെട്ടിയിട്ട് മേലെ കയറി അതിന് മേലെ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ചെയ്യുന്നത്, PMT ആണ് ചെയ്യുന്നത്. നിങ്ങൾ ചോദിച്ചാൽ കേരളത്തിലെ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ കമ്പനിപ്പെട്ട ഒന്നാണ്, ആ കമ്പനിയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് പണം ഞാൻ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പം ഞാൻ അയ്യോ അവിടെ കമ്പനി മരത്തിന്റെ കമ്പ് കെട്ടി, ഇവിടെ ചോല കെട്ടി, പിന്നെന്താണ് അവിടെ നിങ്ങൾ കണ്ടില്ലേ, ഇത് പൊളിച്ചിട്ട് കണ്ടില്ലേ, അങ്ങനെയൊന്നും ആണല്ലോ. ഇതിന്റെ ദോഷം എന്താ? ആ ദോഷം നിങ്ങൾ പറഞ്ഞിട്ട് എന്നെ പോഷിച്ചോളൂ, ഒരു ബുദ്ധിമുട്ടാക്കില്ല. ഞാൻ ഈ സത്യം പറഞ്ഞിട്ടില്ല, ഞാനൊരു ചാനലിന്റെ ഓണറാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ചാനൽ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. ഞാൻ നിങ്ങളെ കാണുന്നുണ്ടല്ലോ, നിങ്ങളോട് പറയുന്നുണ്ടല്ലോ, എനിക്കിത് പറയേണ്ട കാര്യമുണ്ടോ? പറയേണ്ട കാര്യമില്ല. കാരണം എന്താ പറയുക, ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു കള്ളത്തരം ചെയ്യാൻ ഉദ്ദേശിച്ചില്ല, അല്ലെങ്കിൽ എനിക്ക് ഇതിൻ്റെ അകത്ത് ബുദ്ധിമുട്ടില്ല എന്ന ദിവസം ഞാൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. കേൾക്കാൻ പറ്റുന്നവർ കേട്ടോട്ടെ, എന്നെ കളിയാക്കില്ല. കാരണം ഞാൻ ഈ മാധ്യമങ്ങളുടെ താരാട്ടിൽ വളർന്ന ആളൊന്നല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ബുദ്ധിമുട്ടുമില്ല. ഞാൻ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്യാൻ നിശ്ചയിച്ച കാര്യം അത് നിശ്ചയിക്കുന്നത് ഏതറ്റം വരെ പോകുന്നു അവിടെ വരെ പോകും. ഇനി അത് കഴിഞ്ഞിട്ട് നടക്കുന്നില്ലേ, ശ്രമിക്കാതിരിക്കില്ല. എനിക്കത് എന്റെ ഭാഗമല്ല. ഞാൻ ചോദിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം അത് പ്രശ്നമല്ല. നിങ്ങൾ കായികമന്ത്രിയുടെ ചെലവോ സർക്കാരിന്റെ ചെലവോ ഒക്കെ നിങ്ങൾ സർക്കാരോട് ചോദിച്ചോളൂ. നിങ്ങൾ എന്നോട് ചോദിക്കേണ്ട കാര്യം എന്താ? ഞാൻ ഈ സ്പെൻഡ് ചെയ്തതിനകത്ത് നിങ്ങൾക്ക് ഈ സ്റ്റേഡിയം തിരിച്ചെടുക്കാനുള്ള പ്ലാനാണോ? അതാണോ ഇപ്പോൾ ഇന്ന് MP പറഞ്ഞു അതിന്റെ ഭാവി പ്ലാൻ. എനിക്ക് ഭാവി ഇതാണ് എന്റെ പ്ലാൻ. ഞാൻ ഇത് വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പക്ഷേ എന്താണ്, ഇത് ഈ അവസ്ഥയിൽ ഇട്ട് കൊടുക്കില്ല. ഇത് പൂർത്തീകരിച്ചു ഇനിയിപ്പോൾ ഈ അവസ്ഥയിൽ ഇടാൻ പറഞ്ഞു തരും സർക്കാർ. ഇനി പണിയണ്ട, ഇനി എനിക്ക് ലെറ്ററായിട്ട് തന്നാൽ മതി. ആൻ്റെ അവസ്ഥ ഈ സ്റ്റേഡിയത്തിൽ ഇനി ഒരു പണി നടത്തണ്ട, ഇതിവിടെ ഇങ്ങനെ ഇട്ടോളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഇടും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യും. അല്ല തകൽ ലെറ്ററോട് തരണം എനിക്ക്. നിങ്ങൾ ഈ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഈ വർക്ക് ഇത് ഇവർ കൂടെ നിർത്തിക്കോളൂ. അത് ആരാണ്? ഇപ്പം എൻ്റെ എഴുതി തന്നാൽ മതി, എനിക്ക് എഴുതി തന്നോളൂ, അല്ലെങ്കിൽ MLA എഴുതി തന്നോളൂ. ഈ വർക്ക് ഇനി മുന്നോട്ട് കൊണ്ടുപോകണ്ട, ഇതിവിടെ നിർത്തിക്കോളൂ. ഇനി ഞങ്ങൾ പണിതോളാന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിർത്തും. മനസ്സിലായോ? അല്ല ഞാൻ അതൊക്കെ എൻ്റെ അല്ലല്ലോ, അതൊക്കെ GCD തീരുമാനിക്കേണ്ട കാര്യമാണ്. അതെനിക്ക് അറിയില്ല. അല്ല അതായിക്കോട്ടെ. അല്ല ഞാൻ അവർ സപ്പോർട്ട് ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ നിൽക്കില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവർക്ക് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്ത് ഞാൻ GCDക്ക് ഹാൻഡ് ഓവർ ചെയ്യും. GCD എനിക്ക് അവകാശം വേണ്ടാന്ന്. അത് കഴിഞ്ഞ് ഏതെങ്കിലും കളി കൊണ്ടിരുന്ന കാലത്തുണ്ടെങ്കിൽ ഞാൻ ചോദിക്കും. നിങ്ങൾ ഈ കേരള ഭാഷ ചോദിക്കും അടുത്ത മിനിറ്റ്. അതാണ് പറയുന്നത്. ഞാൻ ഈ വർക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്ന ലെറ്റർ GCDക്ക് സർക്കാരിന് കൊടുക്കും. ഇങ്ങനെ മാർച്ചിൽ കളിയുണ്ട്, ഈ സ്റ്റേഡിയം വിട്ടു തരാൻ കഴിയുമെന്ന് ചോദിക്കും. പറ്റുമെന്ന് പറഞ്ഞാൽ മാർച്ചിൽ കളി നടത്തും, പറ്റില്ല എന്ന് പറഞ്ഞാൽ നടത്തില്ല. ഇനി നിങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിനോ ISLനോ നിങ്ങൾ ഇവിടെ ഇനി പൊളിച്ച് തലയെ കൊച്ചിടുവരെ എന്നെ സംബന്ധിച്ച് പ്രശ്നമല്ല. എന്നെ സംബന്ധിച്ച് ഞാൻ ഏറ്റെടുത്ത ഉത്തരവാദിത്തം വൃത്തിയോടുകൂടി കൈകാര്യം ചെയ്തിട്ട് നിർത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാനിത് നിങ്ങൾ എന്നെ ക്രൂശിക്കുന്ന സമയത്ത്, എന്നെ വളരെ വൾഗറായിട്ട് എന്തോ വലിയ സംഭവം കുറ്റം ചെയ്തെന്ന് പറയുന്ന സമയത്ത് ഞാൻ ചെയ്ത കുറ്റം കൂടെ ചൂണ്ടിക്കാണിക്കട്ടെ. ഞാൻ ഈ അർജന്റീനയോട് സംസാരിച്ചത് പ്രശ്നമാണോ? ഞാൻ മെസ്സിനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞത് പ്രശ്നമാണോ? ഞാൻ ഈ ഫുട്ബോളിന് ഇതിനുവേണ്ടി ഈ സ്റ്റേഡിയം ഇങ്ങനെ പണിയെന്ന് പറഞ്ഞ പ്രശ്നമാണോ? ഞാനത് കേൾക്കാം. നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ഞാൻ ചെയ്ത് തെറ്റാണ്, ആ തെറ്റ് ചൂണ്ടിക്കാണിക്കണ്ടേ? ആ തെറ്റ് ചൂണ്ടിക്കാണിക്കാതെ നിങ്ങൾ ഇത് ചെയ്ത്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ, നിങ്ങൾക്ക് ഇത് ഞാൻ ചെയ്ത് ഇഷ്ടമല്ലെങ്കിൽ അതോ ഏത് അതോറിറ്റി, ഇപ്പോൾ GCDക്ക് പറയാം, പിന്നെ സർക്കാരിന് പറയാം, MPക്ക് പറയാം, MLAക്ക് പറയാം, ഇത് ഈ പരിപാടി ഇവിടെ നിർത്താം എന്ന് പറഞ്ഞാൽ ഉപാധി അവസാനിച്ചു അത്രേ ഉള്ളൂ. ഉപാധിക്ക് അതിനുള്ളിൽ കളി നടത്തണം. ഏത് നവംബർ മാസത്തിൽ കളി നടത്തുന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് കളി നടത്തിയിട്ട് ഉപാധി ഹാൻഡ് ഓവർ ചെയ്ത് തിരിച്ച് എനിക്ക് അത്ര ദിവസമുള്ളൂ. ഞാൻ നവാസ് മീരാനെ 2-3 പ്രാവശ്യം സംസാരിച്ചു, കണ്ടു, ചെയ്തു. അവർ ഉൾപ്പെടേണ്ട ഒരു സംവിധാനം ഇപ്പം ഇല്ല. ഞാൻ പറയുന്നത് കളിയിലേക്ക് എത്തുമ്പോഴല്ല. ഞാനിപ്പോൾ ഇവിടെ കമ്മിറ്റി ഉണ്ടാക്കണം, ഇവിടെ അസോസിയേഷൻ ഉണ്ടാക്കണം. അതൊരു ഞാൻ പറയട്ടെ, അല്ല FIFA ആപ്ലിക്കേഷൻ്റെ കാര്യം കേരള സ്റ്റേറ്റിന് ഒന്നും ചെയ്യാനില്ലാന്നേ നമ്മളത് മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് എല്ലാ ഫയലും ഇത് അക്രഡിറ്റേഷൻ ഏജൻസികളുണ്ട്, അവരിത് മുഴുവൻ പ്രിപ്പയർ ചെയ്തതിന് ശേഷം ആരുടെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ സൈനോട് കൂടിയിട്ട് അങ്ങോട്ട് അയച്ചു കൊടുക്കണം. ഇത്രയും അത് ആവശ്യമുള്ളൂ. അതിന് കേരള ഫുട്ബോൾ ക്ലബിൻ്റെ ഒന്നും ആവശ്യമില്ല, അസോസിയേഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ നവാസ് മീറിനെ കണ്ടിട്ടുണ്ട്. ഞാൻ നവാസ് മീറിൻ്റെ കളി നടത്തും. ഞാൻ അദ്ദേഹത്തോടുകൂടെ പറഞ്ഞിട്ടുണ്ട്, എന്ത് ഈ കളി കഴിയുന്ന സമയത്ത്, കളി വരുന്ന സമയത്ത് നമുക്കൊരു കമ്മിറ്റി ഉണ്ടാക്കണം എറണാകുളത്ത്. ഈ ഫുട്ബോളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി. കാരണം ആ സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ലല്ലോ. ആ എത്തുന്നതിന് മുന്നേ നമ്മൾ എന്തിനാണ് ഇതൊക്കെ ചെയ്തത്? പിന്നെ ഇത് ഞാൻ അതോറിറ്റി അല്ലാന്ന് എന്നെക്കൊണ്ട് എന്താ ചെയ്യുക? ഞാൻ സത്യം പറഞ്ഞാൽ ഗവൺമെൻറ് എടുത്തൊരു പ്രൊജക്റ്റ്, ഗവൺമെൻറ് എടുത്ത പ്രൊജക്റ്റിൻ്റെ അകത്ത് ഞാൻ ഈ കളി നടത്താൻ തീരുമാനിച്ചു. ആ കളി നടത്താൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ അത് എന്നോട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ചെയ്യാമെന്ന് പറഞ്ഞു. ഇത്ര മുതൽ മുടക്കുണ്ടാവും, ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ അന്നേ പറയുന്നുണ്ടല്ലോ, എന്നെ നിങ്ങൾ ഏതൊക്കെ രീതിയിൽ പോസ്റ്റ് ചെയ്തു ഇതൊന്ന് ആലോചിക്കുക. ഞാൻ ടിക്കറ്റ് 50 ലക്ഷം 1 കോടി എവിടെയെങ്കിലും പറഞ്ഞു.
നിങ്ങൾ അതാ അവർ 1 കോടിക്കാണ് എടുക്കാൻ പോകുന്നത്, 50 കോടിക്ക്. ഇത് നിങ്ങൾ ലാഭമുള്ളവർ കക്കുന്നവരെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇത് കാണുന്നത്. എന്താണ് കുരി വരുന്നവർ പേടിപ്പിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമേ അല്ല. ഞാൻ ഇത്രയും നാളും ഇതിനു വേണ്ടി ആത്മാർത്ഥതയോട് കൂട്ടിയിട്ടാണ് നിന്നിട്ടുള്ളത്. ഈ ആത്മാർത്ഥതയോടുകൂടി ഇനിയും നിൽക്കും. ഏതാണ് എന്നോട് ഇത് നിർത്താൻ പറയുന്നത് വരെ അത് പറയേണ്ടത് ആരാ? സർക്കാരാണ്. അല്ലെങ്കിൽ GCD പറഞ്ഞാലും മതി കേട്ടോ. GCD പറഞ്ഞോളൂ ഈ സ്റ്റേഡിയത്തിൽ തൊടാൻ പാടില്ലെന്ന് ഞാൻ അവിടെ നിർത്തും. സർക്കാർ നിർത്തോളം പറഞ്ഞ് ഞാൻ നിർത്തും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കുണ്ടായ പേരുദോഷം എന്ന് പറഞ്ഞാൽ മെസ്സിനെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണല്ലോ. ഞാൻ ഇനി കളി വേണ്ടെന്ന് വെച്ചാൽ മെസ്സിനെ കൊണ്ടുവരാൻ തീരുമാനിക്കുകയാണെങ്കിൽ അത് അതോടെ അവസാനിക്കുകയാണ്. അതിലൊരു ഒളിച്ചോട്ടമുണ്ട്. എന്ത് ഒളിച്ചോട്ടാണ്? ഞാൻ പ്രതീക്ഷിച്ചത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് എന്താണെന്നറിയോ? ഈ സ്റ്റേഡിയത്തിൽ ഇന്റർനാഷണൽ മാച്ച് നടത്താന്നുള്ളതാണ്. ആ നടത്താതിരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് മാത്രമുള്ള ദോഷമാണെന്ന് വിചാരിക്കണ്ട. കേരളത്തിലെ സ്പോർട്സിനും കേരള ടൂറിസത്തിനും ഇതുപോലൊരു അവസരം ഇനി ഉണ്ടാവില്ല. ഈ മാച്ചെങ്ങാനും കേരളത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇന്റർനാഷണൽ 2 ടീമാണ്. അത് ലോകം മുഴുവൻ ചർച്ചയായി കഴിഞ്ഞാൽ ഇതുപോലെ കളി കോച്ചിലേക്ക് നിങ്ങൾ വിചാരിച്ചാൽ പോലും നടക്കാൻ പറ്റും. നിങ്ങളിപ്പോൾ എല്ലാ കേരളത്തിലെ റീജിയണൽ മാധ്യമങ്ങളെല്ലാം കൂടി വിചാരിച്ചിട്ട് കളിയെ കൊണ്ടുവന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ നടന്നു വരില്ല. കാരണം അത് ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്ട് ചെറുതായിട്ടില്ല, ദോഷം ചെറുതായിട്ടില്ല. മറ്റൊരു കാര്യം ചോദിക്കാം. കാരണം കായിക മേഖലയിൽ വളർന്നവരും തടസ്സം ഒരുപാട് കുട്ടികളുണ്ട്, ഒരുപാട് ഗ്രൗണ്ട് പോലും ഇല്ലാത്ത ഇടങ്ങളുണ്ട്. ആ മേഖലയിൽ എന്തെങ്കിലും ഞാനുണ്ടല്ലോ 1 ലക്ഷം സ്പോർട്സ് കിറ്റ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കളിയുടെ ഭാഗമായിട്ട് 1 ലക്ഷം സ്പോർട്സ് കിറ്റ്. ഞാൻ നിങ്ങളുടെ എൻ്റെ പ്രൊമോ കണ്ടറിയാം. എല്ലാ ജില്ലകൾക്കും 5000 ബോൾ കൊടുക്കാൻ തീരുമാനിച്ചായിരുന്നു. എല്ലാ സ്കൂളുകൾക്കും 10 കിറ്റും 150 ബോൾ വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചായിരുന്നു. മനസ്സിലായോ? 1,70,000 ബോളാണ് ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചത്. ഞാൻ അത് ഇതിന് ഉയർത്താൻ വേണ്ടി തന്നെയാണെന്ന്. ഞാൻ എന്താ അറിയോ? നിങ്ങൾ ഇതിന് 2 ആയിട്ട് കാണണം. കേരളത്തിലെ സ്പോർട്സിന്റെ വികസനം കാണണം, പിന്നെ ടൂറിസത്തിന്റെ വികസനം കാണണം. ഈ ടൂറിസത്തിന്റെ സ്പോർട്സിന്റെ നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ ഞാൻ പറഞ്ഞത്. നിങ്ങൾ എന്ത് ആരോപണം നിശ്ചയിച്ചാലും ഞാൻ ഇതിന്റെ അത് ഒരു പൈസ ഉണ്ടാക്കി എനിക്ക് നഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ. ഇപ്പോഴത്തെ സിറ്റുവേഷൻ നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന കാര്യം. എൻ്റെ കയ്യിൽ പൈസ നഷ്ടപ്പെട്ടു എന്നുള്ളത് തന്നെയാണല്ലോ. അപ്പോൾ ഞാൻ അതുമായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ പിന്നെ നിങ്ങൾ എന്നെ പ്രകോപിപ്പിച്ചുകൊണ്ട് വന്നിട്ട് ഞാനിത് എനിക്ക് അങ്ങനെ ഒരു ഇന്റൻഷൻ ഉണ്ടെങ്കിൽ ആദ്യം എഗ്രിമെന്റ് വെച്ച് എൻ്റെ പേരിലേക്ക് 10 വർഷത്തേക്ക് 5 വർഷത്തേക്ക് എഴുതിയിട്ടല്ലേ ഞാൻ ഇതിന് പണി തുടങ്ങുള്ളൂ. ഞാൻ അങ്ങനെയാണോ ചെയ്തത്? ഞാൻ ഒരു മാസത്തേക്കല്ലേ എഴുതിയിട്ടുള്ളൂ. എനിക്ക് വേറെ എന്തെങ്കിലും ഇന്റൻഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ചോണ്ടാ. എന്തെങ്കിലും ഒരു ഇന്റൻഷൻ ഉണ്ടെങ്കിൽ കാണിച്ചോണ്ടാ. ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് പറയാൻ ഇന്റൻഷൻ ഉണ്ടെങ്കിൽ കാണിച്ചോണ്ടാ. ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ, ഞാൻ വൃത്തിയായി 1 മാസത്തേക്ക് എനിക്ക് എടുക്കാമായിരുന്നല്ലോ. 1 വർഷത്തേക്ക് ചോദിച്ചാലും തന്നേനെ. കാരണം ഞാൻ ഇത്ര സ്പെൻഡ് ചെയ്ത ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് സർക്കാരിനോടോ GCDനോടോ ആദ്യത്തെ ചർച്ചയിൽ തന്നെ എനിക്ക് 1 വർഷത്തേക്ക് വേണമെന്ന് പറയാൻ തന്നേനെ. ഞാൻ ചോദിച്ചിട്ടില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലല്ലോ. അങ്ങനെ ഒരു ലെറ്റർ ഉണ്ടോ? ഒന്നുമില്ല. ഞാൻ അവസാന നിമിഷം വരെ ശ്രമിച്ചെന്തിനാണെന്ന് അറിയോ? ഈ രേഖകൾ പൂർത്തീകരിച്ചപ്പോൾ ഞാൻ പറയാം. ഇപ്പം നമുക്ക് സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു. എന്തുകൊണ്ട് നിങ്ങൾ ചോദിച്ചില്ല? ഫിഫയുടെ അനുമതിക്ക് സമയം ലേറ്റായി എന്നുള്ളത്. സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് IITയും PWDയും അവർ ടെസ്റ്റ് നടത്തിയതിന് ശേഷം തരാൻ കഴിയുള്ളൂ. അതിന് ഡിലേ ആയി. ഞാൻ ലെറ്റർ കൊടുത്തു, എനിക്ക് പെട്ടെന്ന് തീർത്ത് തരണം നിങ്ങൾ എന്ന് പറഞ്ഞിട്ടാ. നിങ്ങൾ എന്ത് സപ്പോർട്ട് ചോദിച്ചാലും ഞാൻ തരാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതെല്ലാം ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. പക്ഷെ എന്താ പറയുക, അനാവശ്യമായിട്ട് കൂഷിക്കരുത്. അനാവശ്യമായിട്ട് കൂഷിക്കുന്നത് നല്ലതല്ല. അത് എന്നെ കൂഷിക്കുന്നതുകൊണ്ടല്ല എന്ന് ഞാൻ അതുകൊണ്ട് നേരത്തെ പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിത് കുറേ ഏറ്റുപറഞ്ഞ ആളാണ്. എന്നെ സംബന്ധിച്ച് പ്രശ്നമല്ല. പക്ഷെ എന്താണ്, നിങ്ങളിത് ചെയ്യുന്നത് കേരളത്തെ സ്പോർട്സിനോടാണ്, നിങ്ങൾ ചെയ്യുന്നത് കേരളത്തെ ടൂറിസത്തിനോടാണ്, കേരളത്തെ ജനങ്ങളോടാണ്, വരുന്ന കുട്ടികളോടാണ്. നിങ്ങൾ എന്തുകൊണ്ടായി മെസ്സിനോട് ഇത്ര ആരാധന? മെസ്സിനോട് മാത്രമല്ല, സ്പോർട്സിനോട് മുഴുവൻ ആരാധനയുണ്ട്. അതുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇവിടെ ആളുണ്ടത്. മനസ്സിലായില്ലേ? കേരളത്തിൽ 9ാമത്തെ റേഞ്ചിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത് അവരെ ഫാൻ ബേസിൻ്റെ അകത്ത്. അതെങ്ങനെയാണ്? അത് കേരള സ്പോർട്സ് കഴിക്കുന്നുണ്ടാണ്. ഞാനിപ്പോൾ മെസ്സിനെ മാത്രമല്ല, ഇപ്പോൾ എന്താ സംഭവിച്ചിട്ടുള്ളത്? ഇത് ഫിഫ സ്റ്റാൻഡേർഡ് കിട്ടി കഴിഞ്ഞാൽ മാർച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇനിയും കളി നടത്താം. ഈ അർജന്റീന മാത്രം ആയിക്കൊള്ളുന്നില്ലല്ലോ. സ്പെയിൻ്റെയോ ഓസ്ട്രേലിയൻ്റെയോ മൊറോക്കോൻ്റെയോ ഒക്കെ കളി ഇവിടെ നടത്താം. അവർക്ക് ഡിസ്കസ് ചെയ്ത കളി കൊണ്ടുവരാൻ കഴിയും നമുക്ക്. ഈ അപ്രൂവൽ കിട്ടാൻ ഒറ്റ പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഈ 17-ാം തീയതി 3 കളികൾ നടത്തിയിട്ടുണ്ടാവും. സത്യമായിട്ട് പറയാം, മെസ്സിക്ക് അവർക്ക് ട്രാവൽ പ്ലാൻ അനുമതി കിട്ടിയില്ലായിരുന്നു. ഞാൻ 3 കളികൾ നടത്തിയിട്ടുണ്ടാവും. സ്റ്റേഡിയത്തിൽ അപ്രൂവൽ കിട്ടാൻ കൊണ്ട് മാത്രമാണ്. ഇപ്പോഴും എൻ്റെ കയ്യിൽ 2 അഗ്രിമെന്റ് ഇരിക്കുന്നുണ്ട്. ഞാൻ പറയാത്തതാണ്. നിങ്ങൾ പറഞ്ഞാൽ അതുകൊണ്ട് നിങ്ങൾ എന്നെ കളിയാക്കും. എന്ത് നിങ്ങൾ മെസ്സിനെ കൊണ്ടുവന്ന് പച്ചാള ബാസിനെ കൊണ്ടുവന്ന് കളിയായിരിക്കുന്നത്? അത് കേൾക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ ഇപ്പം തന്നെ എനിക്ക് അനുമതി കിട്ടിക്കഴിഞ്ഞാൽ 2 ടീമിനെ കൊണ്ടുവന്ന് കളിപ്പിക്കാൻ കഴിയും. നവംബർ 17-ാം തീയതി കിട്ടും. അത് ഞാൻ ചെയ്യാത്തത് അറിയോ? ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഇതിൻ്റെ ഈ പാപഭാരം മുഴുവൻ ഞാൻ എൻ്റെ തലയിൽ എടുത്ത് വെച്ചിട്ട് ഞാൻ അടി കൊള്ളേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഞാൻ എന്തിനാ കൊള്ളേണ്ട കാര്യം? ഞാനിത് ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്താണ്? ഞാൻ നന്മയ്ക്ക് വേണ്ടി ഇതേ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഞാൻ അതേ ചെയ്യുള്ളൂ. പിന്നെ രാഷ്ട്രീയം, കോൺഗ്രസ് അങ്ങനെ പറഞ്ഞു, CPM ഇങ്ങനെ പറഞ്ഞു, BJP അങ്ങനെ പറഞ്ഞു, എന്നെ സംബന്ധിച്ച് പ്രശ്നമല്ല. പിന്നെ ഞാനൊരു വാർത്താ ചാനൽ നടത്തുന്നത്, അതിലെ വാർത്താ ചാനലിലെ വാർത്ത മുഴുവൻ മുക്കിയിട്ട് അതായത് ഞാൻ വാർത്ത വരുന്നത് മുഴുവൻ നിങ്ങൾ ഈ പാർട്ടി പ്രവർത്തനം തന്നെയാണ് നടത്തുന്നത്. ആ വരുന്ന വാർത്തകൾ മുഴുവൻ കൊടുക്കണ്ടെന്ന് തീരുമാനിച്ചിട്ട് അയ്യോ മെസ്സി ഉള്ളതുകൊണ്ട് അവരെ പേടിച്ച് നിൽക്കണമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അത് ആർക്കെതിരാണെങ്കിൽ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ വാർത്ത കൊല്ലുന്ന പരിപാടി എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഞാൻ പിന്നെ ആ ഒരു മീറ്റ് ഡേസിൽ പങ്കെടുക്കുന്നുണ്ട്. ആ സമയത്ത് എൻ്റെ മനസ്സിൽ വരുന്ന എന്താണോ വാർത്തയ്ക്ക് അനുയോജ്യമായ സാധനം അത് ഞാൻ പറയും. റിപ്പോർട്ടർ TV അതേ ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഞാൻ അതെടുത്തിട്ട് ഒരു വാർത്ത വന്നതിന് അതിപ്പം നിങ്ങൾ പറയുന്നത് എന്താ? അയ്യോ മെസ്സി വരാത്തതുകൊണ്ട്. മെസ്സി വരാത്ത പ്രശ്നം ഇപ്പോഴും ഇല്ല കേട്ടോ. അതാണ് ഞാൻ പറയുന്നത്.
മെസ്സി വരാത്ത പ്രശ്നമില്ല. ഇനി ഇപ്പൊ കളിക്കാൻ പറ്റിയില്ലെങ്കിൽ മെസ്സിനെ കൊണ്ടുപോകും. രാഷ്ട്രീയപരമായിട്ട് താങ്കൾ നേരിടുന്നു. ഞാൻ രാഷ്ട്രീയക്കാരനല്ല. ഞാൻ രാഷ്ട്രീയക്കാരനാണോ? ഞാൻ രാഷ്ട്രീയക്കാരനല്ല. ഞാൻ എന്താണ്? ഞാനൊരു ബിസിനസ്സുകാരനും ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ മുതലാളിയും കൂടെയാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ? എന്നെ സംബന്ധിച്ചിടത്തോളം ആ ബിസിനസ് ആംഗിളിലും ആ മാധ്യമ സ്ഥാപനത്തിന്റെ ക്രെഡിബിലിറ്റി നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഞാൻ അല്ലെങ്കിൽ എനിക്ക് റിപ്പോർട്ടറെ കൂട്ടിക്കെട്ടുന്ന കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ. എനിക്ക് വേറെ ഇന്റൻഷനാണ് ഇത്രയും വലിയ സ്ഥാപനത്തെ കൂട്ടിക്കെട്ടുന്ന കാര്യമുണ്ടോ? ഞാൻ അത്ര റിപ്പോർട്ടറാണോ? അല്ലല്ലോ. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം വൃത്തിയായിട്ട് നടപ്പിലാക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ദയവ് ചെയ്തിട്ട് നിങ്ങൾ എന്താ അറിയോ, നിങ്ങൾ ഒരു മാസം കാത്തിരിക്കുന്ന ഈ സ്റ്റേഡിയത്തിന് വർക്ക് തീരട്ടെ. അത് കഴിഞ്ഞ് ഒരു മിനിറ്റ് ഫിഫ അപ്രൂവൽ കിട്ടട്ടെ. ഞാനൊരു ഉദാഹരണമായി പറയാറുണ്ട്. എനിക്ക് ഇന്നലെ ഫിഫയുടെ അക്രഡിറ്റ് ഏജൻസി വാർത്ത അയച്ചത്. ആ വാർത്ത മലയാള മനോരമയിൽ പോയി ഇംഗ്ലീഷ് വാർത്തയാണ്. ഫോൺ മനോരമയിൽ പോയി ഇംഗ്ലീഷ് വാർത്തയാണ്. ആ ഇംഗ്ലീഷ് വാർത്ത എടുത്തിട്ട് അവർ എനിക്ക് അയച്ചു തന്നു. എന്താ സാർ അവിടെ വലിയ പ്രശ്നം നടക്കുന്നത്? അവിടെ സ്റ്റേഡിയത്തിൽ ഇല്ലേ? ആ സ്റ്റേഡിയത്തിന് അനുമതി ഇല്ലേ? അതില്ലേ? ഇത് ഉണ്ടാക്കുന്ന ദോഷം എന്താ അറിയോ? ഇത് നിങ്ങൾ വിചാരിക്കും കേരളത്തിൽ രാഷ്ട്രീയമായി ഗുണം ചെയ്ത് മാത്രമല്ല, ഇത് കേരളത്തെ പിന്നോട്ടടിക്കുകയാണ്. കേരളത്തെ പിന്നോട്ടടിക്കുകയാണ്. ആ സാധാരണ ഇംഗ്ലീഷ് വാർത്ത ചെയ്ത മനോരമയ്ക്ക് ഇംഗ്ലീഷിൽ ചെയ്ത് അയക്കുകയാണ്. അത് എത്തേണ്ട അടുത്ത് എത്തിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് അത് ഉണ്ടാക്കുന്ന ദോഷം. ഒരു മിനിറ്റ് പറഞ്ഞു വരും. ഞാൻ നിങ്ങളെല്ലാം കുറ്റം പറയുന്നത് അല്ല. ഞാൻ പറയുന്നത് നിങ്ങളെ കുറ്റം പറയുന്നതല്ല. ഞാൻ നിങ്ങളെ കുറ്റം പറയല്ല. ഞാൻ പറയുന്നത് ഇതിന്റെ ഇമ്പാക്റ്റാണ് ഞാൻ പറയുന്നത്. ശരി, മനോരമ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിൻ കൊണ്ട് ഉണ്ടാക്കുന്ന ദോഷമാണ് ഞാൻ പറഞ്ഞത്. ദോഷമല്ല, ഇതൊരു വ്യക്തതക്കുറവുള്ളത് കൊണ്ട് ഞാൻ പറയുന്നത് എന്ത് വ്യക്തതക്കുറവാണത്? താങ്കളോട് ഒരു കാര്യം ചോദിച്ചു. ഇതിനു മുമ്പ് ഇതിവിടെ ആദ്യമായിട്ടല്ല ഒരു ഫിഫ മത്സരം നടക്കുന്നത്. അല്ല, നടന്നിട്ടില്ല. ഇതിനു മുൻപ് അതാണ് പറയുന്നത്. അണ്ടർ 17 ആണ്. അണ്ടർ 17 ആണ്. അല്ല 2013 അങ്ങനെയല്ലാതെ ഞാൻ പറയുന്നത് അറിയോ? അങ്ങനെയല്ല. 2017 ഫിഫ 2013 ഇന്ത്യ പാലസ്തീൻ സൗഹൃദ മത്സരം ഇവിടെ അത് ഞാൻ ഇല്ലാന്ന് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് അറിയോ? ഞാൻ പറഞ്ഞത് 2022 റൂള് ഏത് ഫിഫ റൂള് വന്നതിന് ശേഷം നടക്കുന്നില്ല. എന്ത് റൂള് നിങ്ങൾക്ക് അറിയില്ല. എന്നെ കുറ്റം അറിയോ? ഈ സർക്കാരിന് പോലും അറിയില്ല. അല്ല, അത് പറയാലോ. പറയുന്നത് ഞാൻ സർക്കാർ സംവിധാനത്തെ ബ്ലെയിം ചെയ്യാനില്ല. ഞാനില്ല, ഒരാളെയും ബ്ലെയിം ചെയ്യാനില്ല. ഞാൻ എന്താ പറയുന്നത്? ഞാൻ റിയാലിറ്റി പറയുന്നുണ്ട്. ആ റിയാലിറ്റിക്ക് ഒപ്പം നിൽക്കുക എന്നുള്ളത് എനിക്കപ്പുറം എന്നെ ഒന്നും ചെയ്യാനില്ല. ഇത്രയും കാര്യങ്ങൾ കണ്ടെത്തിയത് താങ്കൾ ഈ ഉദ്യമത്തിൽ ഇറങ്ങി തിരിച്ചപ്പോഴാണ് ഇതെല്ലാം ആകുന്നത്. അത് സർക്കാർ ഇതുവരെ കണ്ടെത്തിയിട്ടുമില്ല. അല്ല, സർക്കാർ ഇപ്പൊ അറിയാലോ. അതുകൊണ്ടാണ് അവർ സഹകരിച്ച് ഈ കാര്യങ്ങൾ മുഴുവൻ ചെയ്തു തരാന്ന് പറയുന്നത്. എന്നെ ക്രൂശിക്കുന്നു ഞാൻ പറഞ്ഞില്ല. എന്നെ ക്രൂശിക്കുന്നു എന്നുള്ള പറയുന്നതുകൊണ്ടാണ് അറിയോ? ഒരു മിനിറ്റ്. ഞാൻ ചെയ്ത നല്ല കാര്യങ്ങളാണ്. നിങ്ങൾ എന്താ ഇത് എന്താണ് ഇത്? സ്പോൺസറുടെ ഭാവി പരിപാടി എന്താ? ഇതെങ്ങനെ പണം തിരിച്ചു പിടിക്കുന്നത് എനിക്ക് വേണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ എനിക്ക് കൊണ്ടുതരണ്ടാന്ന്. കഴിഞ്ഞ മാസം ഇതേ കാര്യം ഞാൻ ചോദിച്ചതാണ്. ഈ കരാർ ഉണ്ടോ? ഞാൻ പറഞ്ഞ മറുപടി എന്താ? നിങ്ങൾ എന്നോട് ചോദിച്ചു കരാറുണ്ടോ? ഞാൻ പറഞ്ഞു കരാറുണ്ട്. നിങ്ങൾ വിവരാവകാശം കൊടുത്ത് മേടിച്ച് നോക്കിക്കോളൂ ഞാൻ പറഞ്ഞു. അതിന്റെ വ്യക്തത വരുത്തി. നവംബർ മാസം 30 തീയതി അത്രേ ഉള്ളൂ.